കോട്ടയത്ത് നടന്ന SNDP യോഗം നേതൃയോഗത്തിലാണ് നാളേറെയായി തുടരുന്ന വിദ്വേഷ പരാമർശങ്ങളുടെ പുതിയ പതിപ്പ് വെള്ളാപ്പള്ളി നടേശൻ പുറത്തെടുത്തത്. കേരളത്തിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും. അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകും. ഈ രാജ്യത്ത് ജനാധിപത്യമാണ്, മതാധിപത്യമാണ്. ഒരു മതാധിപത്യല്ലേ? മലപ്പുറം ഒരു ജില്ലയല്ലേപ്പാ. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ള ഒറ്റ മഹാസംസ്ഥാനത്തിനൊന്നുമില്ല. 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും. നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതേസമയം മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ നടക്കുന്ന കാര്യം കൊണ്ട് പൊന്നു പെങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്കാണ്. കോട്ടയം ചില സമുദായങ്ങളുടെ കുത്തകയാണ്. മറിച്ചു പറയാൻ ആരുമില്ലാതായി. ഈഴവർക്കും അധികാരത്തിൽ പ്രാതിനിധ്യം കിട്ടണം, എന്നാലേ സാമൂഹിക നീതി ഉറപ്പാക്കാനാകൂ. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ റഡാറിൽ ഇത്തവണ കോട്ടയവും പതിഞ്ഞു. നിങ്ങളൊന്നാലോചിക്കും, കോട്ടയം എടുത്താൽ ചില സമുദായങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങളാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതല്ല ഞങ്ങളും ഉണ്ടെന്ന് പറയാൻ മറിച്ച് ആരുമില്ല. അങ്ങനെ വന്ന് കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷവാക്കുകൾ ആരുടെ തണലിൽ?